ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിസം ആണ്. ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എന്തുണ്ടാവും, നമ്മൾ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും അപ്ലൈഡ് ഫീൽഡിൻ്റെ ആബ്സെൻസിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എക്സിബിറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഈവൺ ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഹിസ്റ്ററിസിസ് ഉണ്ടാവും. ഹിസ്റ്ററിസിസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ രീതിയിലുള്ള മാഗ്നറ്റിസം തന്നെ നമുക്ക് ഹിസ്റ്ററിസിസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ പണ്ട് +2 പഠിച്ചതാണ് ഹിസ്റ്ററിസിസ് ലൂപ്പൊക്കെ അല്ലേ. അപ്പോൾ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഹിസ്റ്ററിസിസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഫെറോ മാഗ്നറ്റിസം ഉള്ള വേറെ എന്താ പറയുക മെറ്റീരിയൽസാണ് എന്തൊക്കെ, അയേൺ, നിക്കൽ, കൊബാൾട്ടൊക്കെ. ഇതിലൊക്കെ എന്താണ് നമ്മളെ പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ആറ്റംസിൻ്റെ ഗ്രൂപ്പിൻ്റെ അലൈൻമെൻറ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൊക്കെ ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻ്റ് എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. ഇതിൻ്റെ അലൈൻമെൻറ്റ് വരിക സെയിം ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, അലൈൻമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് എല്ലാം ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ സെയിം ഡയറക്ഷനിലാകുമ്പോൾ എന്തുണ്ടാവും, ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അയേൺ, നിക്കൽ, കൊബാൾട്ട് ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസിലാണ് സാധാരണ ഉണ്ടാവും. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താണ്, ആറ്റംസിന് പെർമനൻറ്റ് മാഗ്നറ്റിക് മൊമെൻ്റുള്ള ആറ്റംസിൻ്റെ ഗ്രൂപ്പിൻ്റെ അലൈൻമെൻറ്റ് കാരണം അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് സെയിം ഡയറക്ഷനിലുള്ള അലൈൻമെൻറ്റ് കൊണ്ടാണ് എന്തുള്ളത്, ഫെറോ മാഗ്നറ്റിസം ഉള്ളത്. പിന്നെ അതുപോലെ ഒരു അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൽ മാഗ്നറ്റൈസേഷൻ ഒക്കർ ചെയ്യും, അതായത് സ്പോണ്ടാനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക ഒരു സർട്ടൈൻ ടെമ്പറേച്ചറിന് താഴെയായിരിക്കും. TC എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിന് താഴത്തോട്ടായിരിക്കും അതിന് എന്ത് ചെയ്യുക, മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് ഫെറോ മാഗ്നറ്റിക് ക്യൂരി ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ TCക്ക് മേലെ ഈ മെറ്റീരിയൽസ് എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ എന്താണ്, TC എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതായത് ഫെറോ മാഗ്നറ്റിക് ക്യൂരി ടെമ്പറേച്ചറാണത്. അപ്പോൾ ഇതിന് മേലോട്ടേക്ക് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, നമ്മളെ സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിരിക്കും. പിന്നെ അതിന് താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഫെറോ മാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ TC എന്ന് പറയുന്ന ക്യൂരി ടെമ്പറേച്ചർ എന്താ ശരിക്കും, ഫെറോ മാഗ്നറ്റിക് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് ശരിക്കും ഈ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീൽസ് ക്വാണ്ടം തിയറി ഓഫ് ഫെറോ മാഗ്നറ്റിസത്തിൻ്റെ വീൽസ് ക്വാണ്ടം തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹൈപ്പോത്തിസിസ് കൊണ്ടാണ് ഫെറോ മാഗ്നറ്റിസത്തിൻ്റെ തിയറിയെക്കുറിച്ച് കുറച്ച് ഹൈപ്പോത്തിസിസ് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്, ഈ വീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ മെയ്ഡപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഡൊമൈൻസ് വിച്ച് ആർ സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ്. അതായത് സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഡൊമൈൻസ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഒരു ഹൈപ്പോത്തിസിസ്. പിന്നെ അതുപോലെ വിത്തിൻ എ ഗിവൺ ഡൊമൈൻ ഓൾ ഡൈപോൾസ് ആർ അലൈൻഡ് ഇൻ സെയിം ഡയറക്ഷൻ സോ ദാറ്റ് ദ മാഗ്നറ്റൈസേഷൻ ഇസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ ഫോർ ഗിവൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഒരു ഡൊമൈനിൽ ഈ ഡൈപോൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയാം ഡൈപോൾസ് അലൈൻ ചെയ്തിട്ടുണ്ടാവും, സെയിം ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, മാഗ്നറ്റൈസേഷൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും ഉണ്ടാവുക.
ഒരു ടെമ്പറേച്ചറിലായിരിക്കും അത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഗിവൺ മെറ്റീരിയലിന് എന്തായിരിക്കും എല്ലാ ഡൈപ്പോളും എന്ത് ചെയ്യും ഒരേ ഡയറക്ഷൻ, ഒരു ഡൊമൈനിലുള്ള എല്ലാ ഡൈപ്പോളും ഒരേ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം മാഗ്നറ്റൈസേഷൻ കിട്ടും. പിന്നെ അതുപോലെ in order to explain the spontaneous magnetization of a ferromagnetic materials, we assume that there exists an internal molecular field called a exchange field or molecular field or Weiss field. അതായത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്പോണ്ടാനിയസ് മാഗ്നറ്റൈസേഷനെ കുറിച്ച്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ സ്പോണ്ടാനിയസ് മാഗ്നറ്റൈസേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ഇൻറ്റേർണൽ മോളിക്കുലാർ ഫീൽഡ് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അതിനെ നമുക്ക് എക്സ്ചേഞ്ച് ഫീൽഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മോളിക്കുലാർ ഫീൽഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വീസ് ഫീൽഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷണൽ ടു എം ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ മാഗ്നറ്റൈസേഷനാണ്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എം എന്ന് എഴുതാം. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് വീസ് കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്താണ്, ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. വീസ് കോൺസ്റ്റൻ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മൾ പാരാമാഗ്നറ്റിക് ഫേസിലാണുള്ളതെങ്കിൽ നമുക്കറിയാം അല്ലേ, ഒരു ടെമ്പറേച്ചറിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും, ടി സിക്ക് താഴെ എന്തായിരിക്കുള്ളൂ, ഒരു എന്തായി മാറുള്ളൂ, ഫെറോമാഗ്നറ്റിക് ആയിട്ട് മാറുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാരാമാഗ്നറ്റിക് ഫേസിലുള്ള അതിൻ്റെ സസെപ്റ്റിബിലിറ്റി എന്താണെന്ന് നോക്കാം. കൈ പി ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് ആണ്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് എന്താണ്, എച്ച് എ പ്ലസ് എച്ച് ഇ ആണ്. എച്ച് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. അപ്പോൾ കൈ പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം, എം ഡിവൈഡഡ് ബൈ എച്ച് എ പ്ലസ് എച്ച് ഇ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എച്ച് ഇ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലാംഡ എം എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ എച്ച് എ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് പാരാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. ഇനി നമുക്ക് ഫെറോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാൻ കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് എ എന്ന് എഴുതാം, അപ്ലൈഡ് ഫീൽഡ് മാത്രം. അപ്പോൾ കൈ പി ഈസ് ഈക്വൽ ടു സി ബൈ ടി, നമുക്കറിയുന്ന കാര്യമാണ്. കൈ പി ഈസ് ഈക്വൽ ടു സി ബൈ ടി നമ്മൾ മുമ്പ് ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഈ കൈ പിയും അതേപോലെ നമ്മളെ എം ബൈ എച്ച് എ പ്ലസ് എച്ച് ഇയും നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ഇക്ക് ലാംഡ എം എന്ന് കൊടുക്കുക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ സി ബൈ ടി ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് എ പ്ലസ് ലാംഡ എം എന്ന് എഴുതാം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സി ഇൻറ്റു എച്ച് എ പ്ലസ് സി ഇൻറ്റു ലാംഡ എം ഈസ് ഈക്വൽ ടു ടി എം എന്ന് കിട്ടും. അപ്പോൾ എച്ച് എ ഈസ് ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു ടി മൈനസ് സി ലാംഡ ഡിവൈഡഡ് ബൈ സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കൈ ഈസ് ഈക്വൽ ടു എന്താണ്, എം ബൈ എച്ച് എന്ന് പറയുമ്പോൾ സി ബൈ ടി മൈനസ് സി ലാംഡ എന്ന് കിട്ടും. ഇതാണ് ക്യൂരി വീൻസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ക്യൂരി വീൻസ് ലോ എന്ന് പറയും. ഇതാണ് എന്ത്, നമ്മളെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു സി ലാംഡ ആണെങ്കിൽ എന്താണ്, ഇവിടെ സിംഗുലാരിറ്റി ഉണ്ടാവും, അതായത് 0 ആയിപ്പോൾ അല്ലേ, എന്താ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ, ബിലോ ദിസ് ടെമ്പറേച്ചർ സ്പോണ്ടാനിയസ് മാഗ്നറ്റൈസേഷൻ ഒക്കും. അപ്പോൾ അതിന് താഴെയായിരിക്കും എന്ത് ചെയ്യുക, സ്പോണ്ടാനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ ടി സി ഈസ് ഈക്വൽ ടു സി ലാംഡ ആയിരിക്കും എന്ത്, നമ്മളെ ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ടി സി ഈസ് ഈക്വൽ ടു സി ലാംഡ ആണെങ്കിൽ അതിന് നമുക്ക് ക്യൂരി ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഹൈസൻബർഗ് മോഡൽ. ഹൈസൻബർഗ് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് an exchange interaction between electrons in different quantum state is shown to lead to a lower energy provided that the spin quantum numbers of both the states are same, that is spin is parallel. നമ്മൾ പറയുന്നത് ഹൈസൻബർഗ് മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നിനെ കുറിച്ചിട്ടുള്ള, അതായത് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോൺസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കറിയാം അല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കും. എക്സ്ചേഞ്ച്, അതായത് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ട് സ്റ്റേറ്റിൻ്റെയും ക്വാണ്ടം നമ്പേഴ്സ്, സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും,
lower energy provided that the spin quantum numbers of the both the states are same. That is spin is parallel. സ്പിൻ പാരലൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ട് സ്റ്റേറ്റിൻ്റെതാകുമ്പോൾ നമ്മൾ എന്തായിരിക്കും സ്പിന്ന് പാരലായിരിക്കും. അപ്പോൾ ഈ ഒരു തിയറി വെച്ചിട്ട് രണ്ട് ആറ്റംസ് നമ്മൾ പറയുന്നു I and J. ഇതിനെ ഇലക്ട്രോൺ സ്പിൻ എന്ന് പറയുന്നത് SIയും SJയും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് U = -2J SI × SJ ആണ്. ഇവിടെ J എന്ന് പറയുന്നതാണ് എക്സ്ചേഞ്ച് ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം, അതായത് സ്പിന്നിനെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത്, ആ സ്പിന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നേരം എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു സ്പിന്ന് ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എനർജി, അതായത് U എന്ന് പറയുന്നത് -2J SI × SJ ആണ്. SI എന്ന് പറയുന്നത് സ്പിൻ ഓഫ് I ആണ്, SJ എന്ന് പറയുന്നത് സ്പിൻ ഓഫ് J ആണ്. അത്രയേ ഉള്ളൂ. ആ ഒരു ഇക്വേഷൻ മാത്രം ജസ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അസ്യൂമിങ് ഓൺലി സ്പിൻ സിസ്റ്റം, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമിൻ ദ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ മെറ്റീരിയൽ ബിലോ TC. നമ്മൾ സ്പിൻ സിസ്റ്റം മാത്രം അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, TCക്ക് താഴെയുള്ള മെറ്റീരിയലിൻ്റെ, അതായത് ടെമ്പറേച്ചർ TCക്ക് താഴെ വരുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി നമ്മൾ സ്പിൻ സിസ്റ്റം മാത്രം കൺസിഡർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ്, കൺസിഡർ എ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഹാവിങ് n ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് ഈച്ച് ഹാവിങ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ J. ആംഗുലാർ ക്വാണ്ടം നമ്പർ J, അതായത് നമ്മൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുക. അതിന് n ആറ്റംസ് ആണുള്ളത്. ഒരു യൂണിറ്റ് വോളിയത്തിൽ n ആറ്റംസ് ആണുള്ളത്. പിന്നെ അതുപോലെ ടോട്ടൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് J ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റൈസേഷൻ M = നമ്മൾ മുമ്പൊക്കെ ചെയ്ത ഇക്വേഷനാണ് NμBJ of X, അങ്ങനെ കിട്ടും. അപ്പോൾ NgμB, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂന മ്യൂബിയുടെ ടേമിൽ എഴുതാം. മ്യൂ = GμB എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് GμBJ, അപ്പോൾ NgμBJ BJ of X എന്ന് കിട്ടും. അപ്പോൾ X = എന്താണ്, നമുക്ക് അതേപോലെ നമുക്ക് എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടെങ്കിൽ H = HA + H എന്നറിയാം. എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലെങ്കിൽ H = He × λm എന്നറിയാം. ഇതൊക്കെ നമുക്കറിയുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ chi = GμBJ by KB HE/KBT. അപ്പോൾ GμBJ chi M/T/KBT, അതായത് നമ്മൾ മുമ്പ് ചെയ്ത ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതാണ് BJ of X-നൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ മാക്സിമം സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ്റെ മാക്സിമം വാല്യൂ at T = 0 ഒരു മാക്സിമം വാല്യൂ ഓഫ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷനെ നമുക്ക് എന്ത് വിളിക്കാം, സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിന് ആ ഒരു സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷനെ നമുക്ക് M/0 എന്ന് എഴുതാം. അപ്പോൾ T = 0 ആണല്ലോ, M/T ഇവിടെ ഉണ്ടല്ലോ. M/Tൻ്റെ ടേമിലുള്ള കൈയുടെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോൾ M/0 = NgμBJ എന്ന് എഴുതാം. അപ്പോൾ ഈ 5ഉം 6ഉം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, M/T / M/0 = എന്ത് എഴുതാം, അതായത് chi KBT by, അതായത് ഇക്വേഷൻ വെച്ച് M/Tക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ് GμBJ λ × 1/NgμBJ എന്ന് കിട്ടും. ആ രണ്ട് ഇക്വേഷനും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് കിട്ടും, chi KBT by Ng²μB² J² λ എന്ന് കിട്ടും. അതേപോലെ M/T ഓൾസോ നമുക്ക് എന്ത് എഴുതാം, NgμBJ BJ of X, BJ of Xൻ്റെ ടേമിൽ എഴുതാം. M/0 = NgμBJ എന്ന് എഴുതാം. ഇതിനെ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, BJ of X എന്നാണ് കിട്ടുക. M/T / M/0 എന്നുള്ളത് BJ of X എന്ന് കിട്ടും. അപ്പോൾ T 0 ടെൻഡ് ചെയ്യുന്ന സമയത്ത് BJ of X എന്തായിരിക്കും, 1 ടെൻഡ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 7നെയും 8നെയും ആ രണ്ട് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക, അതായത് നമ്മൾ ഇക്വേഷൻ 7 ഈ ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ 8 എന്ന് പറയുന്നത്, അതായത് m(t)(m)(0) എന്നുള്ള രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് bj(x) എന്ന് വരുന്നത്, ഒന്ന് എന്താണ്, അത് 8 ആണ്. പിന്നെ ഒന്ന് kbt/ng²μb² j² ലാംഡ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ രണ്ടിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 7 ഉണ്ട്, ഇക്വേഷൻ 8 ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ TC ആവുന്ന കേസും ഉണ്ട്. അപ്പോൾ കൈയും മ്യൂവും വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ്, ഇക്വേഷൻ 8 എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ്റെത്. TCനേക്കാൾ കുറവുള്ള സമയത്തുള്ളതാണ് ഇക്വേഷൻ 7, അതായത് TCനേക്കാൾ കുറവ് ടെമ്പറേച്ചറുള്ള സമയത്ത്. പിന്നെ T=TC ആവുന്ന കേസും. അപ്പോൾ നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് m അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 കർവ്. അതായത് രണ്ട് കർവ് തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഒരു ടെമ്പറേച്ചറിലുള്ള എമ്മിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ T ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പും എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. T ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ T=TC ആണെങ്കിൽ എന്താണ്, അവിടെ സീറോ മാഗ്നറ്റൈസേഷനാണ്. T=TC ആകുമ്പോൾ സീറോ മാഗ്നറ്റൈസേഷനാണ്. അപ്പോൾ TCനേക്കാൾ കുറവാണെങ്കിൽ എന്താണ്, രണ്ട് ഇൻ്റർസെക്ഷൻ TCനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഇൻ്റർസെക്ഷൻ കാണുന്നുണ്ട്. ഒന്ന് ഒറിജിനിലാണ്, പിന്നെ ഒന്ന് അതായത് ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ആ ഒരു അതിന് നമുക്ക് നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ വേറെസ് അതർ റെപ്രസെൻറ്റ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ, അതർ വൺ റെപ്രസെൻറ്റ്സ്, അത് ഒരു സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ്റെ ആ ഒരു പോയിൻ്റാണ്. അതായത് ആ രണ്ട് കേവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഒറിജിനിലും ആയിരിക്കും, പിന്നെ ഒന്ന് ആ ഒരു ജസ്റ്റ് ഒരു പോയിന്റിലും ആയിരിക്കും. അപ്പോൾ TCനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്, ഇൻസ്റ്റെബിലിറ്റി കാരണം, നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ കാരണം ഒരു ഇൻ്റർസെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് TCനേക്കാൾ കൂടുതലാണെങ്കിൽ. ഓക്കെ. അപ്പോൾ TCയും ലാംഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ m(t)(m)(0) എന്താണെന്നുള്ള നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് kBTC/ng² j² ലാംഡയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 8 നിന്ന് നമുക്ക് m(t)(m)(0) എന്നുള്ളത് bj(x) എന്ന് എഴുതാം, വിത്ത് സ്ലോപ്പ് bj(x). bj(x) ശരിക്കും എന്താ, j+1x x/3j ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ലോപ്പിനെയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, j+1/3j = kBTC/ng² μb² j² ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് TC എന്ന് പറഞ്ഞിട്ട് എഴുതാം, j+1 ng² μb² j² ലാംഡ / 3kBj. എങ്ങനെ കിട്ടും, TCനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ TC എന്ത് കിട്ടും, j j+1 ng² μb² ലാംഡ / 3kB എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ g² μb² j j+1 നമുക്ക് μ² എന്ന് കൊടുക്കാം. അപ്പോൾ TC എന്ത് കിട്ടി, n μ² ലാംഡ / 3kB എന്ന് കിട്ടി. അപ്പോൾ TC എന്താണ്, പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് m(t) ആൻഡ് m(0) ആണ് നെക്സ്റ്റ്. അപ്പോൾ m(t)(m)(0) എന്താണ്, kBT/ng² μb² j² ലാംഡ. അപ്പോൾ kB/λ എന്ത് എഴുതാം, kB/λ ng² μb² j j+1 3TC എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ m(t)(m)(0) j+1/3j x t/TC എന്നാണ് കിട്ടുക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, m(t)(m)(0) t/TC തമ്മിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും,
ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. അതായത് J+1/3J ആയിരിക്കും. അതായത് J = ഹാഫ്, ജെയുടെ വാല്യൂക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു 2 പോയിന്റ് കിട്ടും. അത് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു രീതിയിലുള്ള കേർവ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫെറോ മാഗ്നറ്റിക് ഡൊമൈൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതൊന്നുമില്ല, കുറേ കാര്യങ്ങളാണ് ഓരോന്നും. അപ്പോൾ ഒരു ഡിപ്പെൻഡൻസ് കാണിക്കുന്നത് നമ്മൾ ആ ഒരു മുമ്പ് പഠിച്ച 2-3 ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുന്നതാണുള്ളത്. അത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങളെന്ത് ചെയ്യുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫെറോ മാഗ്നറ്റിക് ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് ആണെല്ലാം പാരലായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഡൊമൈൻസ് ആർ റീജിയൻ ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ വിച്ച് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് ആർ അലൈൻഡ് പാരലൽ. അപ്പോൾ നമ്മൾ ഈ ഒരു when the material is demagnetized, the vector summation of all dipole moments from the domain equal to 0. നമ്മൾ ഇതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ വെക്റ്റർ സമ്മോ എല്ലാ ഡൈപോൾ മൊമെൻറ്റിൻ്റെയും വെക്റ്റർ സം എന്തായി മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആണെങ്കിൽ ദ വെക്റ്റർ സമ്മേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഇതിൻ്റെ, അതായത് എല്ലാ ഡൈപോൾ മൊമെൻറ്റെയും വെക്റ്റർ സം എന്ത് കിട്ടും നമുക്ക്, ഓവറോൾ മാഗ്നറ്റിക് ഡൈപോളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് ഫെറോ മാഗ്നറ്റിക് സ്പെസിമെൻ ഹാസ് നോ മാഗ്നറ്റിക് മൊമെൻറ്റ്. കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെറോ മാഗ്നറ്റിക് സ്പെസിമെൻ എന്തുണ്ടാവില്ല, മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അപ്ലൈഡ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ ഡൊമൈൻസിന് എന്തുണ്ടാവും, മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ടാവും. അതെന്തായിരിക്കും, നമ്മൾ അപ്ലൈഡ് ഫീൽഡിന് പാരലായിട്ട് അലോങ് ദി അപ്ലൈഡ് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഹോൾ സ്പെസിമെൻ മേ ബിക്കം വൺ സിംഗിൾ ഡൊമൈൻ ഹൂസ് മൊമെൻ്റ് ഈസ് ഡയറക്റ്റഡ് പാരലൽ ഫീൽഡ്. അതായത് ഒരു സിംഗിൾ ഡൊമൈനായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ സ്പെസിമെൻ എന്ത് വിളിക്കാം, സാച്ചുറേറ്റഡ് ആണെന്നും പറയാം. പിന്നെ അതുപോലെ മാക്സിമം അച്ചീവബിൾ മാഗ്നറ്റൈസേഷൻ ആയിരിക്കും ആ സമയത്ത് അതിനുണ്ടാവുക. പിന്നെ അതുപോലെ ലോ ടെമ്പറേച്ചറിൽ മാഗ്നറ്റൈസേഷൻ ഡിപ്പെൻഡൻസ് ഓഫ് മാഗ്നറ്റൈസേഷൻ എം ഓൺ ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഹിസ്റ്ററിസിസ് കർവ്. അപ്പോൾ നമ്മളെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ മാഗ്നറ്റൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് ഹിസ്റ്ററിസിസ് വെച്ചിട്ട് പറയാം. അപ്പോൾ ഇത് ABC എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് ഓരോ സമയത്തുള്ളത്, അതിൻ്റെ ഡൊമൈൻസിൽ വരുന്നത്, ആ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്തുള്ളതും അതാണ്. അപ്പോൾ അതിവിടെ സ്പെസിമെൻ ABC എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ കേസിൽ ഫസ്റ്റിൽ നമ്മളെ കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് ആകുന്ന സമയത്തുള്ള A, പിന്നെ അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് B, പിന്നെ അതുപോലെ സിംഗിൾ ഡൊമൈൻ ആവും. അതായത് മൊത്തം നമ്മൾ whole specimen may become one single domain whose magnetic moment is directed parallel field. Parallel field അതായത് അപ്ലൈഡ് ഫീൽഡും പാരലൽ ഫീൽഡാകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരൊറ്റ സ്പെസിമെനായിട്ട് മാറും. എല്ലാത്തിനും കൂടെ അത് ചെയ്യും ഒരു സിംഗിൾ ഡൊമൈനായിട്ട് മാറും എന്നുള്ളത്. പിന്നെ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്തായിരിക്കും, ഇതിൻ്റെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ആയിരിക്കും മാഗ്നറ്റൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുക. അത് നമുക്ക് ഹിസ്റ്ററിസിസ് വെച്ച് പറയാം. അപ്പോൾ the magnetic induction remains when the applied field is reduced from എന്താണ് saturation to 0 is called റിമനൻസ്. അപ്പോൾ ഹിസ്റ്ററിസിസ് വെച്ച് നമുക്ക്
പറയാം. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു HC ഉണ്ട്, അതേപോലെ മ്യൂവും എച്ചും തമ്മിലുള്ള പ്ലോട്ടാണ് ശരിക്കും ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലൂപ്പ് പോലെ ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച ആ ഒരു ഹിസ്റ്ററിസിസ് കർവ് നമുക്ക് കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോവേഴ്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, അതായത് ഇതിൻ്റെ ഇൻഡക്ഷൻ 0 ആക്കി മാറ്റാനുള്ള 0 ആക്കി മാറ്റാൻ എത്രത്തോളം നമുക്ക് എന്ത് വേണ്ടി വരും, മാഗ്നറ്റിക് ഫീൽഡ് എത്രത്തോളം വേണ്ടി വരും, അതിന് നമുക്ക് കോഎറക്റ്റിവിറ്റി അല്ലെങ്കിൽ കോഎറക്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാം, HC എന്ന് വിളിക്കാം. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി, അതായത് ഡൊമൈൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കുറച്ച് കോൺട്രിബ്യൂഷൻസ്, അതായത് നമ്മൾ താഴത്ത് പറയുന്ന കുറച്ച് എനർജി ഉണ്ട്, അത് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി വരിക. അതിലൊന്നാമത്തേതാണ് എക്സ്ചേഞ്ച് എനർജി, EEX. അത് ഈ എക്സ്റ്റേണൽ എനർജി മിനിമം എപ്പോഴായിരിക്കും, അതായത് സ്പിന്ന് പാരലാവുന്ന സമയത്ത്. സ്പിന്ന് പാരലാണെങ്കിൽ എക്സ്ചേഞ്ച് എനർജി എന്തായിരിക്കും, മിനിമം ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ എനർജി ദ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഒക്വർ ഇൻ സച്ച് മെറ്റീരിയൽ ദിസ് എനർജി എന്തായിരിക്കും, അപ്പോൾ എക്സ്ചേഞ്ച് എനർജിയാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് സ്പിന്ന് പാരലാണെങ്കിൽ എക്സ്ചേഞ്ച് എനർജി മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഒക്കർ ചെയ്യാൻ ഒരു മെറ്റീരിയലിൽ ഈ ഒരു എനർജി, ഈ എക്സ്ചേഞ്ച് എനർജി കാരണമാണ് ഈ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു അപ്പോൾ ഒരു എന്താണ്, എനർജി എസ്റ്റാബ്ലിഷസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സിംഗിൾ ഡൊമൈൻ ഇൻ എ സ്പെസിമെൻ. ദ എക്സ്ചേഞ്ച് എനർജി ഫേവേഴ്സ് ആൻ ഇൻഡെഫിനിറ്റ്ലി ലാർജ് ഡൊമൈൻ. എക്സ്ചേഞ്ച് എനർജി ലാർജ് ഡൊമൈനിലായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ അതേപോലെ സ്പിന്ന് പാരലാണെങ്കിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, ഇത് മിനിമമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു എനർജി കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ഡൊമൈൻ ആയിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എക്സ്ചേഞ്ച് എനർജി കൂടുന്നവരാണ് എന്ത് ചെയ്യുക, സിംഗിൾ ഡൊമൈൻ ആയിട്ട് ഉണ്ടാവുക. ഈ എക്സ്ചേഞ്ച് എനർജി കാരണമാണ് സിംഗിൾ ഡൊമൈൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ലാർജ് ഡൊമൈൻ ആയിരിക്കും ഇതിന് ആവശ്യമായിട്ട് വരിക. പിന്നെ അതുപോലെ സ്പിന്നൊക്കെ പാരലാണെങ്കിൽ ഇതായിരിക്കും ഇവിടെ മിനിമം എനർജി ആയിരിക്കും ഉണ്ടാവുക, എക്സ്ചേഞ്ച് എനർജി മിനിമം ആയിരിക്കും. അത് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് അനൈസോട്രോപിക് എനർജി. അനൈസോട്രോപിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഫെറോ മാഗ്നറ്റിക് ക്രിസ്റ്റൽസിന് ഈസി ഡയറക്ഷൻ ഉണ്ടാവാം, ഹാർഡ് ഡയറക്ഷൻ. അതായത് നമ്മൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റൈസേഷന് എന്തുണ്ടാവാം, ഈസി ഡയറക്ഷൻ ഉണ്ടാവാം, ഹാർഡ് ഡയറക്ഷനും ഉണ്ടാവാം മാഗ്നറ്റൈസേഷന്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സാച്ചുറേഷൻ, അതായത് സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ഫീൽഡ് ആവശ്യമായിട്ട് വരുന്നതാണ് ഹാർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് ഫീൽഡ് ഉണ്ടെങ്കിലേ സാച്ചുറേറ്റഡ് മാഗ്നറ്റൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് എന്ത് പറയുന്നത്, ഈ ഒരു അനൈസോട്രോപിക് എനർജി എന്ന് പറയുന്നത്. അത് ഹാർഡ് ഡയറക്ഷനിലാണെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ആവശ്യമായിട്ട് വരുന്നതിന് ഹാർഡ് ഡയറക്ഷൻ എന്ന് പറയാം.
പിന്നെ മാഗ്നറ്റൈസേഷന് ആവശ്യമായിട്ടുള്ള എനർജി എന്താണ്, ഈസി ഡയറക്ഷനിലാണെങ്കിൽ, അതായത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് അതിന് ഈസി ഡയറക്ഷനിലാണെങ്കിലും എന്താ പറയുക, അതിന് ക്രിസ്റ്റലൈൻ അനൈസോട്രോപിക് എനർജി എന്ന് പറയാം. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ പറയുന്നുണ്ട്. അത് മാഗ്നറ്റൈസേഷൻ ഡയറക്ഷൻ വെച്ചിട്ട് രണ്ട് രീതിയിൽ. ചിലതിന് എന്ത് ചെയ്യും, സ്ട്രോങ് ഫീൽഡ് ആവശ്യമുണ്ടാവും, എന്താണ് അതിന് നമുക്ക് ഹാർഡ് ഡയറക്ഷൻ എന്ന് പറയാം. ചിലതിന് എന്തായിരിക്കും, എന്താ പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്ര എന്ത് ചെയ്യുക, എക്സസ് എനർജി അതിന് മാത്രമൊന്നും റിക്വയർഡ് ആയിട്ട് വരില്ല. അതിന് നമുക്ക് ഈസി ഡയറക്ഷൻ എന്ന് വരും. സ്ട്രോങ് ഫീൽഡല്ല, കുറഞ്ഞ ഫീൽഡ് ആവശ്യമുള്ളതെങ്കിൽ അതിന് ഈസി ഡയറക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലുള്ള എനർജീനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ അനൈസോട്രോപിക് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് എനർജിയാണ്. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്റ്റലിനെ എന്ത് ചെയ്യുന്നു, രണ്ട് ഡൊമൈനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ മാഗ്നറ്റിക് എനർജി മിനിമമായിട്ട് മാറുന്നു. അതായത് ഒറ്റൊരു വലിയ ഡൊമൈൻ ആകുന്ന സമയത്താണ് മാഗ്നറ്റിക് എനർജി കൂടുതൽ അല്ലേ. അപ്പോൾ അത് രണ്ട് ഇതിലേക്ക് മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മിനിമമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ചില പ്രത്യേക ഡൊമൈൻ സ്ട്രക്ചേഴ്സിലൊക്കെ 0 വരെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫ്രീ മാഗ്നറ്റിക് പോൾസ്, അതായത് ഈ സ്പെസിമെൻ്റെ എൻഡിലുള്ള ഫ്രീ മാഗ്നറ്റിക് പോൾസ് കാരണം ആണ് എന്ത് ചെയ്യുന്നത്, എന്തായിരിക്കും, സിംഗിൾ ഡൊമൈൻ ആണെങ്കിൽ അതിനെന്തുണ്ടാവും, ഹയസ്റ്റ് മാഗ്നറ്റിക് എനർജി ഉണ്ടാവും. ഇത് കുറയുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ഡൊമൈൻസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത്, സിംഗിൾ ഡൊമൈൻ ആണെങ്കിൽ ഹയസ്റ്റ് മാഗ്നറ്റിക് എനർജി ആയിരിക്കും. മറ്റേത് കുറഞ്ഞു വരുന്ന സമയത്ത് എന്തായിരിക്കും, എനർജി റെഡ്യൂസ് ചെയ്ത് വരും. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഡൊമൈനാക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓരോ ഡൊമൈനിൽ ഓരോ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലിയൊരു ഡൊമൈനിൽ എല്ലാം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിനെന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എനർജി കൂടുതലായിരിക്കും. അത് കുറഞ്ഞ് ഓരോരോ സബ് ഡിവിഷൻ ആകുന്ന സമയത്ത് എന്തായിരിക്കും, എനർജി കുറവായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫെറോ മാഗ്നറ്റിസമായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ആണ്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, ഇത് ജസ്റ്റ് വായിച്ച് വെക്കുക, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചോ, അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഈസിയാവും. അപ്പോൾ ഇതെല്ലാം അറിയണം, എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കഴിയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.